ധീരനായ ചെറിയ അണ്ണാൻ. ഒരു കാലത്ത് ഒരു വലിയ പച്ചവനത്തിൽ നിബിൾസ് എന്ന ഒരു ചെറിയ അണ്ണാൻ താമസിച്ചിരുന്നു. നിബിൾസ് തന്റെ കുടുംബത്തിലെ ഏറ്റവും ചെറിയ അണ്ണാൻ ആയിരുന്നു. പക്ഷേ അവന് ഏറ്റവും വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഉറക്കസമയം മുമ്പ് മുത്തശ്ശി പറഞ്ഞ കഥകളിലെന്നപോലെ ഒരു നായകനാകാൻ അവൻ ആഗ്രഹിച്ചു. ഒരു വെയിൽ നിറഞ്ഞ പ്രഭാതത്തിൽ നിബിൾസ് അക്രോൺ ശേഖരിക്കുമ്പോൾ ഒരു തുരുമ്പെടുക്കുന്ന ശബ്ദം അവൻ കേട്ടു. അത് അവന്റെ സുഹൃത്ത് ബെന്നി ദി ബണ്ണി ആയിരുന്നു. പരിഭ്രാന്തിയോടെ ചാടി. നിബിൾസ്, എന്റെ ചെറിയ സഹോദരി ബിങ്കി നദിക്കടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ കുടുങ്ങി. എനിക്ക് അവളെ പുറത്തെടുക്കാൻ കഴിയില്ല. രണ്ടാമതൊന്ന് ആലോചിക്കാതെ നിബിൾസ് തന്റെ അക്രോൺ ഉപേക്ഷിച്ച് നദിയിലേക്ക് ഓടി. അവൻ എത്തിയപ്പോൾ മുള്ളുള്ള ചില ശാഖകളിൽ കുടുങ്ങി മൃദുവായി കരയുന്ന ചെറിയ ബിങ്കി കണ്ടു. നിബിൾസ് സമയം പാഴാക്കിയില്ല. അവൻ ശ്രദ്ധാപൂർവം ചവറുകൾ ചവച്ചു. ബിങ്കിയെ ശാന്തയാക്കാൻ അവളോട് സംസാരിച്ചു. ഏകദേശം എത്തിയിരിക്കുന്നു, കുറച്ചുകൂടി, അവൻ പറഞ്ഞു. ഒടുവിൽ അവസാനമായി ഒരു കടിയേൽപ്പിച്ചതോടെ ബിങ്കി സ്വതന്ത്രയായി. അവൾ നിബിൾസിനെ കെട്ടിപ്പിടിച്ച് പുഞ്ചിരിച്ചു. നന്ദി നിബിൾസ്, നീയാണ് എന്റെ നായകൻ. ആ രാത്രിയിൽ നിബിൾസിന്റെ മുത്തശ്ശി ദിവസം രക്ഷിച്ച ധീരയായ ചെറിയ അണ്ണാന്റെ കഥ പറഞ്ഞു. അന്നുമുതൽ നിബിൾസ് ഏറ്റവും ചെറിയ അണ്ണാൻ മാത്രമായിരുന്നില്ല, അവൻ ഏറ്റവും ധൈര്യശാലിയും. ശരിയായത് ചെയ്യുന്നതിൽ അദ്ദേഹം വിശ്വസിച്ചു. ഈ കഥ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.